കർക്കടകവാവ് ബലിതർപ്പണം നടത്തി വിശ്വാസികൾ. കൊടുങ്ങല്ലൂർ നെടിയതള്ളി ശിവക്ഷേത്രത്തിലും എൽത്തുരത്ത് ശ്രീ വിദ്യപ്രകാശിനി സഭ വക സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും ആല ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിലും തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലും SNDP യൂണിയൻ ഉമാമഹേശ്വരി ക്ഷേത്രത്തിലും വാവു ബലിതർപ്പണത്തിന് അനേകം ഭക്തജനങ്ങൾ പങ്കെടുത്തു. ആശ്രിതന്മാരായിരുന്നവര്, സേവകരായിരുന്നവര്, മിത്രങ്ങള്, സഖ്യ സഖാക്കൾക്ക് കൂട്ടുകാരായിരുന്നവര്, നേരിട്ട് കണ്ടവരും നമ്മള് ഇഷ്ടപ്പെടാത്ത സംസ്കൃതത്തില് ലോകകാല അല്ലെങ്കിൽ ഉപകാരങ്ങൾ ചെയ്തവര് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വലിയ മന്ത്രത്തിന്റെ അർത്ഥം ആർക്ക് വേണ്ടിയിട്ടാണ് തിരികെയുന്നത്. കർക്കിടക വാവുബലി അല്ലെങ്കിൽ വാവുബലി എന്നറിയപ്പെടുന്നു. ഇത് കർക്കിടക മാസത്തിൽ മരണമടഞ്ഞ പൂർവികരെ ആദരിക്കുന്നതിനായി വർഷം തോറും നടത്തുന്ന ഹൈന്ദവ ആചാരങ്ങളുടെ ഒന്നാണ്. അമാവാസി ദിനത്തിൽ ആളുകൾ പുലർച്ചെ നദീതീരങ്ങളിലോ കടൽ തീരങ്ങളിലോ ക്ഷേത്ര ഘട്ടുകളിലോ ഒത്തുകൂടുന്നു. ലളിതമായി വസ്ത്രം ധരിച്ച് വേവിച്ച അരിയുണ്ടകൾ, എള്ള്, തുളസിയില, തേങ്ങ തുടങ്ങിയ പ്രകൃതിദത്ത വഴിപാടുകൾ വഹിക്കുന്നു. ബലിതർപ്പണം എന്നറിയപ്പെടുന്ന ഈ ആചാരം മരിച്ചുപോയ ആത്മാക്കൾക്ക് മോക്ഷം നേടാൻ സഹായിക്കുമെന്നും ജീവിച്ചിരിക്കുന്നവർക്ക് ആത്മീയ ശക്തിയും അനുഗ്രഹങ്ങളും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പമ്പ പോലുള്ള നദീതീരങ്ങൾ, ഗ്രാമങ്ങളിലെ ക്ഷേത്രകുളങ്ങൾ, പകൽ സമയത്ത് ഒരു പ്രധാന ആത്മീയ കേന്ദ്രമായി മാറുന്ന വർക്കലയിലെ പാപനാശം ബീച്ച് പോലുള്ള ബീച്ചുകൾ എന്നിവയാണ് പ്രധാന ആചാര കേന്ദ്രങ്ങൾ. ക്രിയാർഹകം പവിത്രധാരണം കരോമി. എല്ലാവരും വലത് കൈൻ്റെ മുകളിൽ വരുന്നത് പവിത്രം ധരിക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഗർഭപ്പുല്ലുകളും കൂർച്ചവും കുറച്ച് പുഷ്പവും എടുത്തിട്ട് തൊഴുതു പിടിച്ച് സങ്കല്പം ചെയ്യുക. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗണേശായ നമഃ. ഉമാമഹേശ്വരാഭ്യാം നമഃ. ലക്ഷ്മീ നാരായണാഭ്യാം നമഃ. വാണീഹിരണ്യഗർഭാഭ്യാം നമഃ. ശചീപുരന്ദരദേവതാഭ്യോ നമഃ. ഇഷ്ടദേവതാഭ്യോ നമഃ. കുലദേവതാഭ്യോ നമഃ. ഗ്രാമദേവതാഭ്യോ നമഃ. സ്ഥാനദേവതാഭ്യോ നമഃ. വാസ്തുദേവതാഭ്യോ നമഃ. സർവേഭ്യോ ദേവേഭ്യോ നമഃ. സർവേഭ്യോ ഋഷിഭ്യോ നമഃ. സർവേഭ്യോ ബ്രാഹ്മണേഭ്യോ നമഃ. മാതൃഭ്യോ പിതൃഭ്യോ നമോ നമഃ. കലിയുഗേ പ്രഥമപാദേ ജംബുദ്വീപേ ഭാരതവർഷേ ഭാരതഖണ്ഡേ മേരോः ശകാബ്ദേ അസ്മിൻ വർത്തമാനേന ചാന്ദ്ര സൗരമാനേനാം പ്രഭവാദി ഷഷ്ടി സംവത്സരാണാം മധ്യേ പുണർദ നക്ഷത്രയുക്തായാം ശുഭനക്ഷത്ര ശുഭയോഗ ശുഭകരണ ഏവം ഗുണ സകല വിശേഷേണ വിശിഷ്ടായാം പരശുരാമനിർമ്മിതായാം കേരളഭൂമൗ ശ്രീ കുമാര സുബ്രഹ്മണ്യ ക്ഷേത്ര സന്നിധൗ കനോലി പുണ്യതീർത്ഥ സന്നിധൗ പാർവതി പരമേശ്വര സന്നിധൗ മമ മിത്രാദി സമസ്തപിതॄണാം അക്ഷരതൃപ്ത്യർത്ഥം തിലതർപ്പണം പിണ്ഡ പ്രധാന പൂജാഞ്ച ആചാര്യമുഖേന അധ്യകരിഷേ നമഃ. ആ പിതൃ മാതൃപരമ്പരയിൽപ്പെട്ട സമസ്ത ആത്മാക്കളെയും മനസ്സിൽ സങ്കല്പിച്ച് ആത്മാക്കളുടെ സാന്നിധ്യത്തിനായിട്ട് പ്രാർത്ഥിച്ച് ഇടതുഭാഗത്ത് കൂടി തലക്കിഴിഞ്ഞ് ആശ്രിതന്മാരായിരുന്നവര്, സേവകരായിരുന്നവര്, മിത്രങ്ങള്, സഖ്യ സഖാക്കൾക്ക് കൂട്ടുകാരായിരുന്നവര്, നേരിട്ട് കണ്ടവരും നമ്മള് ഇഷ്ടപ്പെടാത്ത സംസ്കൃതത്തില് ലോകകാല അല്ലെങ്കിൽ ഉപകാരങ്ങൾ ചെയ്തവര് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്
ഈ വലിയ മന്ത്രത്തിന്റെ അർത്ഥം ഇപ്പോൾ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ബലി ചെയ്യുന്നത്? രണ്ടാമത്തെ വലിയ മന്ത്രം പിതൃവംശേ മുതാനയേക, നമ്മുടെ അച്ഛന്റെ വംശത്തിൽ മരിച്ചു പോയിട്ടുള്ള മുഴുവൻ പേർക്കും, മാതൃവംശേ തടയുക, അമ്മയുടെ വംശത്തിൽ മരിച്ചുപോയ മുഴുവൻ പേർക്കും, ഗുരുക്കന്മാർ, സഹോദരങ്ങൾ, ബന്ധുജനങ്ങൾ എടുത്താൽ ഞാൻ ബലി ചെയ്യുന്നു. അപ്പോൾ അച്ഛനമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. മൂന്നാമത്തെ മന്ത്രം അച്ഛമത്രമേ പോലെ കുടിമാകെ മുഖമാക്കായ 23 അലകളല്ല പേരുകളാണ്. അച്ഛമത്രമേ പോലെ കുടിമാകം ഈ അലകൾ കുതിർക്കൾക്ക് മാത്രം കൊടുക്കണം. അതാണ് മൂന്നാമത്തെ മന്ത്രം. നാലാമത്തെ മന്ത്രം ഏകാന്തവോ ദേവദിഭ്യ പിതൃഭ്യാച്ച മഹായോഗിഭ്യ ഏവ ച തേഷാം ഉദ്ധരണാർത്ഥായാം ഇതം പിണ്ഡം ദദാമ്യഹം. നല്ലോണം പ്രാർത്ഥിച്ച് ആ കെട്ടുമേക്ക് വയ്ക്കും, ചിരിച്ചു വെക്കണം കേട്ടോ. അടുത്ത പിണ്ണെടുക്കുക, മുന്നിലേക്ക് വിളിക്കുക. ഓം അബ്രഹ്മണായേ പൃഥുർവംശ ജാത മാതുസ്തഥ വംശ ഭവ മധീയ വംശദ്വയേ അസ്മിൻ മമ ദാസഭൂത വൃത്യ തഥൈവാശ്രിത സേവകാച്ച മിത്രാണി സംഖ്യ പശവച്ച വൃക്ഷ ദൃഷ്ടാച്ച സ്പൃഷ്ടാച്ച കൃതോപകാര ജന്മാന്തരേ യേ മമ സംഘദാച്ച തെഭ്യ സ്വദ പിണ്ഡം അഹം ദദാ. മമ സമസ്ത പാപക്ഷയാർത്ഥം ശരീരാദി ശുദ്ധ്യർത്ഥം തീർത്ഥേ പ്രാതസ്നാനം അഹം കരിഷ്യേ. അച്യുതായ നമ, മാധവായ നമ, തീർത്ഥരാജായ നമോ നമ. ചുണ്ടുമുട്ടാതെ കഴിക്കാം.